ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് അവർ ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ. അപ്പോൾ ഇന്ന് എൻ്റെ നൈറ്റ് ഹെയർ കെയർ റുട്ടീനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നേയിട്ട് മുടിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കഴിയുന്നവർ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഹെയറിന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഞാൻ ചെയ്യാറ് ഹെയർ ഒന്ന് നല്ലൊരു ജെന്റിൽ മസാജ് കൊടുക്കും. ഒരു 5-10 മിനിറ്റോളം മസാജ് ചെയ്യും. നമുക്ക് നന്നായിട്ട് ഉറങ്ങാനും അതേപോലെ നല്ല ഉന്മേഷം കിട്ടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കിടക്കുന്നതിന് മുന്നേ മസാജ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഉറക്കം നന്നാവും, അതുപോലെ നമ്മുടെ ഹെയറും നല്ലതാണ്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് വരെ നമ്മൾ ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. മസാജ് ചെയ്യുമ്പോൾ എല്ലാവരും ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഫിംഗർ ടിപ്പ് വെച്ചിട്ട് മസാജ് ചെയ്യാൻ നോക്കുക. ഈ 2 കൈ നമ്മളുടെ തലയോട്ടിയിലേക്ക് കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ മുടിയുടെ അടിയിൽ കൂടെ കൈ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് നല്ല രസമാട്ടോ. ഭയങ്കര നമുക്കൊരു റിലീഫ് കിട്ടുന്ന പോലത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് അമർത്തരുത്, ചെറിയ രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നോക്കുക. നല്ല സുഖമാണ് തല. ഒരു 5 മിനിറ്റ് ഈ രീതിയിൽ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ ഫ്രണ്ടിലേക്ക് ഇട്ട് കുനിഞ്ഞു നിന്നിട്ടും കൂടെ ഒന്ന് മസാജ് ചെയ്യാം. വളരെ നല്ല ഇതാണ് കേട്ടോ ഹെയറിന്. മസാജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് ഡീടാങ്കിൾ ചെയ്യും. സാധാരണ എല്ലാവരും മസാജ് ആദ്യം തന്നെ ഡീടാങ്കിൾ ചെയ്തിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ വീണ്ടും മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് കുരുക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഹെയർ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡീടാങ്കിൾ ചെയ്യാറ്. ഇങ്ങനെ സെക്ഷൻ എടുത്തിട്ട് ആദ്യം കൈ വെച്ചിട്ട് ജട ഉണ്ടെങ്കിൽ അത് കളയും, ശേഷം കോമ്പൗണ്ട് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യാറ്. ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചീകി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അടുത്തത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത് ഹെയർ സിറം അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഞാൻ സ്ട്രിയാക്സിന്റെ നോർമൽ ഒരു ഹെയർ സിറം ആണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് ഏത് വേണേലും റിവ്യൂ നോക്കിയിട്ട് വാങ്ങിക്കാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ആ ഹെയർ സിറം യൂസ് ചെയ്യാം കേട്ടോ. ഇത് സ്കാൽപ്പിൽ കൊടുക്കുന്ന ഹെയർ സിറം അല്ല, നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതാണ്. സ്കാൽപ്പിൽ കൊടുക്കുന്നത് ഞാൻ യൂസ് ചെയ്യാറില്ല. ചെയ്യേണ്ടവർക്ക് ചെയ്യാം കേട്ടോ, അത് താല്പര്യമുള്ളവർക്ക്. ഞാൻ ഇതുവരെ ഹെയർ സിറം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് വാങ്ങി യൂസ് ചെയ്തിട്ടില്ല. മുടി നമുക്ക് സ്പ്ലിറ്റ്നെസ് കുറയ്ക്കാനും അതുപോലെ സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാനൊക്കെ ഹെയർ സിറം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഹെയറിൽ ഞാൻ ഹെയർ സിറം യൂസ് ചെയ്യാറ്. സ്കാൽപ്പിൽ കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അത് യൂസ് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെയുള്ള പേടി കാരണമാണ് യൂസ് ചെയ്യാത്തത് കേട്ടോ. ഇത് ഹെയറിലാകുമ്പോൾ പിന്നെ നമുക്ക് പേടിക്കണ്ടല്ലോ. ഹെയർ ഇങ്ങനെ പിരിച്ച് കൊടുക്കാകുമ്പോൾ ഇവിടെയൊക്കെ ചിലപ്പോൾ കട്ടായി കിടക്കുന്ന ഹെയർ ഉണ്ടാവില്ല. എനിക്ക് നന്നായിട്ടുണ്ട്, കാരണം ഞാൻ എൻ്റെ മുടി കുറെ മുന്നേ ലെയർ അടിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ. ഇതുണ്ടോ, അതൊക്കെ എൻ്റെ അവശിഷ്ടങ്ങളാണ്. ഈ ഹെയർ ഒക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ ഇത് കട്ട് ചെയ്തിരുന്ന സമയത്ത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അപ്പം ചെറിയ മുടി അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അതിൻ്റെ അറ്റൊക്കെ സ്പ്ലിറ്റ്നെസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പിരിച്ച് ചെയ്യുമ്പോൾ എല്ലാ ടിപ്പിലും ഹെയർ സിറം ഇട്ടു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ഡീടാങ്കിൾ ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ജട പിടിച്ചിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ ഡീടാങ്കിൾ ചെയ്യുന്നതിന് മുന്നേയിട്ട് ഹെയർ സിറം അപ്ലൈ ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. എനിക്ക് അധികം ജട ഇല്ലാത്ത കാരണമാണ് ഞാൻ ഹെയർ കോംബ് ചെയ്തതിന് ശേഷം ഹെയർ സിറം അപ്ലൈ ചെയ്ത് കേട്ടോ. ഹെയർ സിറം അപ്ലൈ ചെയ്തിട്ട് ഡീടാങ്കിൾ ചെയ്യാനാണെങ്കിൽ നല്ല ജട പിടിച്ചിരിക്കുന്ന മുടിയൊക്കെ ആണെങ്കിൽ ഹെയർ സിറം അപ്ലൈ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പത്തിൽ നമുക്ക് മാറ്റാൻ പറ്റും. ശേഷം ലാസ്റ്റ് ഞാൻ ചെയ്യാറ് മുടി പിന്നെ ഇടാറാണ് കേട്ടോ. ഇവിടെ ഈ ഭാഗം ലൂസാക്കിയിട്ടാണ് പിന്നാറ്. ഹെയർ ലൂസാക്കിയിട്ടാണ് ഞാൻ പിന്നിടാറ് കേട്ടോ കിടക്കുന്നതിന് മുന്നേ. ആഴ്ചയിലിപ്പോൾ ഒരു 2 ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരു ദിവസം എന്തായാലും ഞാൻ ചെയ്യാറുണ്ട്. മുടി അഴിച്ചിട്ട് കിടക്കാറുണ്ട് കേട്ടോ.
നല്ലതാണ്. ഹെയറിനൊന്നും ബ്രീത്ത് ചെയ്യാനുള്ള ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കിടക്കാൻ നേരത്ത് ബെഡിന്റെ പുറത്തേക്ക് മുടി ഇട്ടിട്ട് കിടക്കുക. രാത്രി ആയതുകൊണ്ട് ഞാൻ അറ്റം വരെയും മുടഞ്ഞു കൊടുക്കാറുണ്ട്. കിടക്കുന്നതിന് മുന്നേ ചെയ്യുമ്പോൾ മുടി അറ്റം വരെ ഞാൻ നന്നായിട്ട് മുടഞ്ഞു കൊടുക്കാറുണ്ട്. ലൂസായിട്ടാണ് കേട്ടോ പിന്നാറ്. ഓ വേണം. ആ അപ്പം അതാ മുടി നന്നായിട്ട് പിന്നിട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ രാത്രിയിൽ ഞാൻ ഹെയറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹെയർ കെയർ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹെയർ കെയർ നമ്മൾ ഹെയർ എല്ലാ ദിവസവും കെയർ ചെയ്താലാണ് നന്നായിട്ട് വളരാനും. 2 ദിവസം നോക്കി അതുകൊണ്ട് എനിക്ക് മുടി വരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഹെയർ നന്നായിട്ട് വന്നോളണമെന്നില്ല. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഹെയറിന് വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഭയങ്കര ചൂടുണ്ടാകും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടയ്ക്കുന്നത്. ഇവിടെ ഒന്നാമത് റോഡ് സൈഡാണ് വീട്, അപ്പം വാഹനങ്ങളുടെ സൗണ്ട് വരും. അപ്പം ഫാൻ ഇതൊക്കെ കൂടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാം ഓഫ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം നന്നായിട്ട് ചൂട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ തരത്തിലുള്ള വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.